അപ്പുറത്തേ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ളതാ. ഓഹോ, മാലതിക്ക് പ്രായപൂർത്തിയായോ? അതെപ്പോഴാ? പാവം, ഒരു പാവാട പോലും അവക്ക് വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ. ഓ എന്റെ അമ്മൂ. വെളച്ചിലൊന്നും ജാനകിയമ്മ എടുത്ത് വേണ്ട, മഹാപെശകാങ്ങ്. ചുമ്മാ അല്ല മൂത്ത് നിറച്ചിട്ടും പെണ്ണും പെടക്കോഴിയും ഒന്നും കിട്ടാത്തത്. ഇതല്ലേ മനസ്സിലിരിപ്പ്? ജാനകിയമ്മേ, ശവത്തെ കുത്തരുത്. മര്യാദക്കാ പറയുന്നത്. വീടൊഴിയുന്നാ നല്ലത്. എന്താ മര്യാദയ്ക്ക് ഞാനും പറയുന്നു, ഞങ്ങൾ ഈ വീട് ഒഴിയുന്നില്ല. എനിക്ക് ഈ വീട് തന്ന് സ്ഥാപിക്കുക. അങ്ങേര് വന്ന് പറയട്ടെ ഒഴിയണോ വേണ്ടത്. ഇവിടെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അത് ഞങ്ങൾക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ തള്ളയും മകളെയും വിട്ട ചങ്ങേര ആശ്രമത്തിൽ പോയി തപസ്സിരിക്കും. തോന്നിയാസം പറഞ്ഞാണ്ടല്ലോ എന്റെ തല നിറഞ്ഞേ കാണും. എന്നാലത് കാണട്ടെ. കാണട്ടെ. അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ വെറുതെ? നിന്നെ ഇവിടെ ആരും അടി വിളിച്ചത്? പോടിയാ പറഞ്ഞത്. പോപട്ടി. അയ്യോ, എന്റെ ഷർട്ട്. നായിന്റെ പോലെ നിൽക്കണേ അവിടെ. നിൽക്കാൻ.